ജെറമിയ അധ്യായം 11. തകർന്ന ഉടമ്പടി. കർത്താവിൽ നിന്ന് ജെറമിയായ്ക്ക് ലഭിച്ച അരുളപ്പാട്. ഈ ഉടമ്പടിയുടെ നിബന്ധന കേൾക്കുക. അത് യൂദായിലെ ജനങ്ങളോടും ജെറുസലേം നിവാസികളോടും പറയുക. നീ അവരോട് പറയണം, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഈ ഉടമ്പടിയുടെ നിബന്ധനകൾ ചെവികൊള്ളാത്തവൻ ശബ്ദൻ. ഈജിപ്തിൽ നിന്ന് ഇരുമ്പു ചൂളയിൽ നിന്ന് നിങ്ങളുടെ പിതാക്കന്മാരെ മോചിപ്പിച്ചപ്പോൾ അവരോട് ചെയ്ത ഉടമ്പടിയാണിത്. നിങ്ങൾ എൻ്റെ വാക്കു കേൾക്കണം, ഞാൻ കൽപ്പിക്കുന്നത് ചെയ്യുകയും വേണം. അങ്ങനെ നിങ്ങൾ എൻ്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവവുമായിരിക്കും. ഇന്ന് നിങ്ങൾക്കുള്ളതുപോലെ പാലും തേനും ഒഴുകുന്ന ഒരു നാട് നൽകുമെന്ന് നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദാനം ഞാൻ നിറവേറ്റും. കർത്താവേ, അങ്ങനെയാകട്ടെ. ഞാൻ മറുപടി പറഞ്ഞു. കർത്താവ് എന്നോട് വീണ്ടും അരുളി ചെയ്തു, ഈ ഉടമ്പടിയുടെ നിബന്ധനകൾക്കൊത്ത് പ്രവർത്തിക്കുവിനെന്ന് യൂദായിലെ നഗരങ്ങളിലും ജെറുസലേമിലെ വീഥികളിലും വിളംബരം ചെയ്യുക. ഈജിപ്തിൽ നിന്ന് നിങ്ങളുടെ പിതാക്കന്മാരെ കൂട്ടിക്കൊണ്ടു പോന്നതു മുതൽ ഇന്നുവരെയും എൻ്റെ വാക്കനുസരിക്കുക എന്ന് ഞാൻ അവരെ നിരന്തരം ഉദ്ബോധിപ്പിച്ചിരുന്നു. എന്നാൽ അവർ അനുസരിക്കുകയോ കേൾക്കുക പോലുമോ ചെയ്തില്ല. ഓരോരുത്തരും തൻ്റെ ദുഷ്ടഹൃദയത്തിൻ്റെ കാഠിന്യവും പേറി നടക്കുന്നു. അതുകൊണ്ട് ഈ ഉടമ്പടിയുടെ നിബന്ധനകൾ അവരെ ഞാൻ അറിയിച്ചു. അവ അനുസരിക്കാൻ കൽപ്പിക്കുകയും ചെയ്തു. എന്നാൽ അവർ കൂട്ടാക്കിയില്ല. കർത്താവ് വീണ്ടും എന്നോട് അരുളി ചെയ്തു, യൂദായിലെ ജനങ്ങളും ജെറുസലേം നിവാസികളും ഗൂഢാലോചന നടത്തുന്നു. എൻ്റെ വാക്ക് നിരാകരിച്ച പിതാക്കന്മാരുടെ തെറ്റുകളിലേക്ക് അവർ മടങ്ങിയിരിക്കുന്നു. അവർ അന്യദേവന്മാരെ പൂജിക്കാൻ തുടങ്ങി. ഇസ്രായേൽ ഭവനവും യൂദാ ഭവനവും തങ്ങളുടെ പിതാക്കന്മാരോട് ഞാൻ ചെയ്ത ഉടമ്പടി വലിച്ചെറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് കർത്താവ് അരുളി ചെയ്യുന്നു, അവരുടെ മേൽ ഞാൻ അനർത്ഥം വരുത്താൻ പോകുന്നു. ഒഴിഞ്ഞു മാറാൻ അവർക്ക് സാധിക്കുകയില്ല. അവർ എന്നോട് നിലവിളിച്ചപേക്ഷിച്ചാലും ഞാൻ കേൾക്കുകയില്ല. അപ്പോൾ യൂദായിലെ നഗരങ്ങളും ജെറുസലേം നിവാസികളും തങ്ങൾ പൂജിക്കുന്ന ദേവന്മാരുടെ മുൻപിൽ നിലവിളിക്കും. വിപത്സന്ധിയിൽ അവരെ രക്ഷിക്കാൻ അവർക്ക് കഴിയുകയില്ല. യൂദാ, നിന്റെ നഗരങ്ങൾക്കൊപ്പം നിനക്ക് ദേവന്മാരും പെരുകിയിരിക്കുന്നു. മ്ലേച്ഛതയ്ക്ക് ബാൽ വിഗ്രഹത്തിന് ധൂപമർപ്പിക്കാൻ ജെറുസലേമിലെ വീഥികൾക്കൊപ്പം ബലിപീഠങ്ങൾ ഒരുങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് നീ ഈ ജനതയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കരുത്, അവർക്ക് വേണ്ടി വിലപിക്കുകയോ യാചിക്കുകയോ അരുത്. വിഷമസന്ധിയിൽ അവർ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ കേൾക്കുകയില്ല. ദുഷ്കൃത്യങ്ങൾ ചെയ്തിരിക്കെ എൻ്റെ പ്രേയസിക്ക് എൻ്റെ ഭവനത്തിൽ എന്തവകാശമാണുള്ളത്? നേർച്ചകൾക്കോ ബലിമാംസത്തിനോ നിന്റെ നാശത്തെ അകറ്റാനാവുമോ? നിനക്ക് ഇനി ആഹ്ലാദിക്കാനാവുമോ? തഴച്ചു വളർന്ന ഫലങ്ങൾ നിറഞ്ഞ മനോഹരമായ ഒലിവുമരം എന്നാണ് കർത്താവ് നിന്നെ വിളിച്ചിരുന്നത്. എന്നാൽ കൊടുങ്കാറ്റിൻ്റെ ആരവത്തോടെ അവിടുന്ന് അതിനെ ചുട്ടരിക്കും. അതിൻ്റെ കൊമ്പുകൾ അഗ്നിക്കിരയാകും. നിന്നെ നട്ടുപിടിപ്പിച്ച സൈന്യങ്ങളുടെ കർത്താവ് തന്നെ നിന്റെ നാശം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇസ്രായേൽ ഭവനവും യൂദാ ഭവനവും ദുഷ്കൃത്യങ്ങൾ പ്രവർത്തിച്ച് ബാലിന് ധൂപാരാധന അർപ്പിച്ചതുവഴി അവർ എന്നെ രോഷാകുലനാക്കിയിരിക്കുന്നു. ജെറമിയായ്ക്കെതിരെ ഗൂഢാലോചന. കർത്താവ് ഇതെനിക്ക് വെളിപ്പെടുത്തി. അങ്ങനെ ഞാൻ അറിയാനിടയായി. അവിടുന്ന് അവരുടെ ദുഷ്കൃത്യങ്ങൾ എനിക്ക് കാണിച്ചു തന്നു. എന്നാൽ കൊലയ്ക്ക് കൊണ്ടുപോകുന്ന ശാന്തനായ കുഞ്ഞാടിനെ പോലെയായിരുന്നു ഞാൻ. ഫലത്തോടു കൂടെ തന്നെ വൃക്ഷത്തെ നമുക്ക് നശിപ്പിക്കാം. ജീവിക്കുന്നവരുടെ നാട്ടിൽ നിന്ന് നമുക്കവനെ പിഴുതെറിയാം. അവന്റെ പേര് ഇനിമേൽ ആരും ഓർമ്മിക്കരുത് എന്ന് പറഞ്ഞ് അവർ ഗൂഢാലോചന നടത്തിയത് എനിക്കെതിരെയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. നീതിയായി വിധിക്കുന്നവനും ഹൃദയവും മനസ്സും പരിശോധിക്കുന്നവനുമായ സൈന്യങ്ങളുടെ കർത്താവേ, അവരുടെ മേലുള്ള അങ്ങയുടെ പ്രതികാരം കാണാൻ എന്നെ അനുവദിക്കണമേ. അവിടുന്നാണല്ലോ എൻ്റെ ആശ്രയം. നിന്റെ ജീവൻ വേട്ടയാടുന്ന അനാത്തോത്തിലെ ജനങ്ങളെക്കുറിച്ച് കർത്താവ് അരുളി ചെയ്യുന്നു.
കർത്താവിന്റെ നാമത്തിൽ നീ പ്രവചിക്കരുത്, പ്രവചിച്ചാൽ നിന്നെ ഞങ്ങൾ കൊല്ലും എന്ന് അവർ പറയുന്നു. ആകയാൽ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, അവരെ ഞാൻ ശിക്ഷിക്കും. യുവാക്കൾ വാളിനിരയാകും, അവരുടെ പുത്രന്മാരും പുത്രികളും പട്ടിണി കിടന്ന് മരിക്കും. അവരിൽ ആരും അവശേഷിക്കുകയില്ല. അനാത്തോത്തിലെ ജനങ്ങളോട് കണക്ക് ചോദിക്കുന്ന ആണ്ടിൽ ഞാൻ അവരുടെ മേൽ തിന്മ വർഷിക്കും. അധ്യായം 12. ദുഷ്ടന്റെ ഐശ്വര്യം. കർത്താവേ, ഞാൻ അങ്ങയോട് പരാതിപ്പെടുമ്പോൾ അവിടുന്ന് തന്നെ ആയിരിക്കും നീതിമാൻ. എങ്കിലും എൻ്റെ പരാതി അങ്ങയുടെ മുൻപിൽ ഞാൻ സമർപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ് ദുഷ്ടൻ അഭിവൃദ്ധി പ്രാപിക്കുന്നത്? ചതിയന്മാർ ഐശ്വര്യം നേടുന്നത് എന്തുകൊണ്ട്? അങ്ങ് അവരെ നടുന്നു, അവർ വേരുപിടിച്ച് വളർന്ന് ഫലം പുറപ്പെടുവിക്കുന്നു. അവരുടെ നാവിൽ എപ്പോഴും അവിടുന്നുണ്ട്, ഹൃദയത്തിലാകട്ടെ അങ്ങേക്ക് സ്ഥാനമില്ല. കർത്താവേ, അങ്ങ് എന്നെ അറിയുന്നു, കാണുന്നു. എൻ്റെ മനസ്സ് അങ്ങിലാണെന്ന് പരിശോധിച്ചറിയുകയും ചെയ്യുന്നു. കൊല്ലാനുള്ള ആടുകളെ പോലെ അവരെ വലിച്ചിറക്കണമേ. കൊലയുടെ ദിവസത്തേക്ക് അവരെ മാറ്റി നിർത്തണമേ. എത്ര നാൾ ദേശം വിലപിക്കുകയും വയലിലെ പുല്ല് വാടുകയും ചെയ്യണം? ദേശവാസികളുടെ ദുഷ്ടത നിമിത്തം മൃഗങ്ങളും പക്ഷികളും ചത്തുപോകുന്നു. ഞങ്ങളുടെ പ്രവൃത്തികൾ ദൈവം കാണുന്നില്ല എന്ന് അവർ പറയുന്നു. മനുഷ്യരോട് മത്സരിച്ചോടി നീ തളർന്നെങ്കിൽ കുതിരകളോട് എങ്ങനെ മത്സരിക്കും? സുരക്ഷിത സ്ഥാനത്ത് കാലിടറുന്നെങ്കിൽ ജോർദാൻ വനങ്ങളിൽ നീ എന്തു ചെയ്യും? നിന്റെ സഹോദരന്മാരും പിതൃഭവനം പോലും നിന്നോട് വഞ്ചന കാട്ടിയിരിക്കുന്നു. പിന്നിൽ നിന്ന് അവർ നിനക്കെതിരായി സംസാരിക്കുന്നു. മധുരവാക്ക് പറഞ്ഞാലും നീ അവരെ വിശ്വസിക്കരുത്. പരിത്യക്തമായ ദേശം. എൻ്റെ ഭവനം ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു, എൻ്റെ അവകാശം കൈവെടിഞ്ഞിരിക്കുന്നു. എൻ്റെ പ്രാണപ്രിയയെ അവളുടെ ശത്രുക്കൾക്ക് ഞാൻ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു. എനിക്ക് അവകാശമായവൾ കാട്ടിലെ സിംഹം പോലെ എന്നോട് പെരുമാറുന്നു. എനിക്കെതിരെ ഗർജിച്ചതുകൊണ്ട് ഞാൻ അവളെ വെറുക്കുന്നു. കഴുകന്മാർ ചുറ്റിവളഞ്ഞ് ആക്രമിക്കുന്ന ഒരു പുള്ളിപ്പക്ഷിയാണോ എൻ്റെ ജനം? വന്യമൃഗങ്ങളെ, അവരെ വിഴുങ്ങാൻ ഒരുമിച്ച് കൂടുവിൻ. അനേകം ഇടയന്മാർ കൂടി എൻ്റെ മുന്തിരിത്തോട്ടം നശിപ്പിച്ചിരിക്കുന്നു. എൻ്റെ ഓഹരി അവർ ചവിട്ടി മെതിച്ചു. എൻ്റെ മനോഹരമായ അവകാശം അവർ ശൂന്യമായ മരുഭൂമിയാക്കിയിരിക്കുന്നു. അവർ അതിനെ ശൂന്യമാക്കി. ശൂന്യാവസ്ഥയിൽ അത് എന്നോട് വിലപിക്കുന്നു. ദേശം മുഴുവൻ പരിത്യക്താവസ്ഥയിലാണ്. ഒരാൾ പോലും ഇക്കാര്യം ചിന്തിക്കുന്നില്ല. മരുഭൂമിയിലെ മൊട്ടക്കുന്നുകളിലെല്ലാം വിനാശകൻ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ദേശത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ കർത്താവിന്റെ വാൾ മരണം വിതയ്ക്കുന്നു. ഒരു ജീവിക്കും സമാധാനമില്ല. അവർ ധാന്യം വിതച്ചു, മുള്ളു കൊയ്തു, കഠിനാധ്വാനം ചെയ്തു, ഫലമൊന്നും ഉണ്ടായില്ല. കർത്താവിന്റെ ഉഗ്രകോപം നിമിത്തം അവർ തങ്ങളുടെ വിളവിനെ കുറിച്ച് ലജ്ജിക്കും. എൻ്റെ ജനമായ ഇസ്രായേലിന് ഞാൻ നൽകിയ അവകാശത്തിന്മേൽ കൈവയ്ക്കുന്ന ദുഷ്ടന്മാരായ എല്ലാ അയൽക്കാരോടും കർത്താവ് അരുളി ചെയ്യുന്നു, അവരെ തങ്ങളുടെ ദേശത്തു നിന്ന് ഞാൻ പിഴുതെറിയും. അവരുടെ കയ്യിൽ നിന്ന് യൂദാ ഭവനത്തെ ഞാൻ പറിച്ചെടുക്കും. അവരെ പിഴുതെടുത്തതിനു ശേഷം ഞാൻ അവരോട് കരുണ കാണിക്കും. ഓരോ ജനതയെയും അതതിൻ്റെ അവകാശത്തിലേക്കും ദേശത്തിലേക്കും ഞാൻ തിരികെ കൊണ്ടുവരും. ബാലിന്റെ നാമത്തിൽ ആണയിടാൻ എൻ്റെ ജനം അവരിൽ നിന്ന് പഠിച്ചതുപോലെ അവർ എൻ്റെ ജനത്തിൻ്റെ മാർഗം ശ്രദ്ധാപൂർവം ഗ്രഹിക്കുകയും കർത്താവാണേ എന്ന് എൻ്റെ നാമത്തിൽ ആണയിടാൻ ശീലിക്കുകയും ചെയ്താൽ എൻ്റെ ജനത്തിൻ്റെ ഇടയിൽ അവരും അഭിവൃദ്ധി പ്രാപിക്കാൻ ഇടവരും. എന്നാൽ ഏതെങ്കിലും ജനത എന്നെ അനുസരിക്കുന്നില്ലെങ്കിൽ അതിനെ ഞാൻ വേരോടെ പിഴുത് നശിപ്പിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു. അധ്യായം 13. അരക്കച്ചയും തോൽക്കുടവും. കർത്താവ് എന്നോട് അരുളി ചെയ്തു, നീ പോയി ഒരു ചണവസ്ത്രം വാങ്ങിക്കൊണ്ടുവന്ന് അരയിൽ ചുറ്റുക, അത് വെള്ളത്തിൽ മുക്കരുത്. കർത്താവിന്റെ വാക്കനുസരിച്ച് ഞാനൊരു ചണവസ്ത്രം വാങ്ങി ഉടുത്തു. കർത്താവ് വീണ്ടും എന്നോട് അരുളി ചെയ്തു, നീ വാങ്ങി ഉടുത്ത വസ്ത്രം
യൂഫ്രട്ടീസ് തീരത്ത് കൊണ്ടുപോയി അവിടെ ഒരു പാറയിടുക്കിൽ ഒളിച്ചു വയ്ക്കുക. കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് ഞാൻ അത് യൂഫ്രട്ടീസിന്റെ തീരത്ത് ഒളിച്ചു വച്ചു. അനേക ദിവസങ്ങൾക്ക് ശേഷം കർത്താവ് എന്നോട് അരുളി ചെയ്തു, നീ യൂഫ്രട്ടീസ് തീരത്തു ചെന്ന് എൻ്റെ കൽപ്പന പ്രകാരം ഒളിച്ചു വച്ചിരിക്കുന്ന അരക്കച്ച അവിടെ നിന്ന് എടുക്കുക. ഞാൻ അവിടെ ചെന്ന് അരക്കച്ച ഒളിച്ചു വച്ചിരുന്ന സ്ഥലം കുഴിച്ച് അത് പുറത്തെടുത്തു. ആ വസ്ത്രം ഒന്നിനും കൊള്ളാത്ത വിധം ജീർണിച്ചു പോയിരുന്നു. അപ്പോൾ എനിക്ക് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി. കർത്താവ് അരുളി ചെയ്യുന്നു, യൂദായുടെ അഹങ്കാരത്തെയും ജെറുസലേമിന്റെ ഔദത്യത്തെയും ഞാൻ ഇതേ വിധം നശിപ്പിക്കും. എന്റെ വാക്കു കേൾക്കാതെ തന്നിഷ്ടപ്രകാരം നടക്കുകയും അന്യദേവന്മാരുടെ പിറകെ പോയി അവരെ സേവിക്കുകയും ആരാധിക്കുകയും ചെയ്ത ഈ ദുഷ്ടജനത ഒന്നിനും കൊള്ളാത്ത ഈ അരക്കച്ച പോലെ ആയിത്തീരും. അരക്കച്ച അരയോട് ചേർന്നിരിക്കുന്നത് പോലെ ഇസ്രായേൽ ഭവനവും യൂദാ ഭവനവും എന്നോട് ചേർന്നിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഇത് അവർ എൻ്റെ ജനവും കീർത്തിയും അഭിമാനവും മഹത്വവുമായി നിലകൊള്ളേണ്ടതിനായിരുന്നു. എന്നാൽ അവർ അത് കൂട്ടാക്കിയില്ല. കർത്താവ് അരുളി ചെയ്യുന്നു, നീ അവരോട് പറയണം, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, എല്ലാ ഭരണികളിലും വീഞ്ഞു നിറയ്ക്കും. അവർ നിന്നോട് ചോദിക്കും, എല്ലാ ഭരണികളിലും വീഞ്ഞു നിറയ്ക്കുമെന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാവുന്നതല്ലേ? അപ്പോൾ നീ അവരോട് പറയണം, കർത്താവ് അരുളി ചെയ്യുന്നു, ഈ ദേശവാസികളെ ദാവീദിന്റെ സിംഹാസനത്തിലിരിക്കുന്ന രാജാക്കന്മാരെയും പുരോഹിതന്മാരെയും പ്രവാചകന്മാരെയും ജെറുസലേം നിവാസികളെയും ഞാൻ ലഹരി കൊണ്ട് നിറയ്ക്കും. എന്നിട്ട് ഞാൻ ഒരുവനെ എടുത്ത് മറ്റൊരുവന്റെ മേൽ അടിക്കും. പിതാക്കന്മാരെയും മക്കളെയും ഒന്നുപോലെ ഞാൻ ആരോടും കരുണ കാണിക്കുകയില്ല. ഒരുവനെയും വെറുതെ വിടുകയില്ല. എല്ലാവരെയും നിർദ്ദയം നശിപ്പിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു. ജെറുസലേമിന് മുന്നറിയിപ്പ്. നിങ്ങൾ കാതോർത്ത് കേൾക്കുവിൻ, അഹങ്കരിക്കരുത്. കർത്താവാണ് അരുളി ചെയ്തിരിക്കുന്നത്. കർത്താവ് അന്ധകാരം വരുത്തുന്നതിനു മുൻപ് നിങ്ങളുടെ കാൽപാദങ്ങൾ ഇരുൾ നിറഞ്ഞ മലകളിൽ ഇടറുന്നതിനു മുൻപ് നിങ്ങളുടെ ദൈവമായ കർത്താവിന് മഹത്വം നൽകുവിൻ. അല്ലെങ്കിൽ നിങ്ങൾ വെളിച്ചം തേടുമ്പോൾ മരണത്തിന്റെ നിഴലും കൂരിരുട്ടുമായിരിക്കും ലഭിക്കുക. നിങ്ങൾ അനുസരിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ അഹങ്കാരത്തെ ചൊല്ലി രഹസ്യത്തിൽ എൻ്റെ ആത്മാവ് കരയും. കർത്താവിന്റെ അജഗണത്തെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകിയാൽ ഞാൻ ഉള്ളുരുകി കരയും. കണ്ണീർ ധാരധാരയായി ഒഴുകും. രാജാവിനോടും രാജമാതാവിനോടും പറയുക, സിംഹാസനത്തിൽ നിന്ന് താഴെ ഇറങ്ങുക. നിങ്ങളുടെ മഹത്തായ കിരീടം നിങ്ങളുടെ ശിരസിൽ നിന്ന് താഴെ വീണിരിക്കുന്നു. നെഗബിലെ നഗരങ്ങൾ ഉപരോധിക്കപ്പെട്ടിരിക്കുന്നു. രക്ഷിക്കാൻ ആരുമില്ല. യൂദ നാടുകടത്തപ്പെടുന്നു. സകലരെയും അടിമകളായി കൊണ്ടുപോകുന്നു. നീ കണ്ണുകൾ ഉയർത്തി വടക്കുനിന്ന് വരുന്നവരെ കാണുക. നിന്നെ ഭരമേൽപ്പിച്ചിരുന്ന ആട്ടിൻപറ്റം, നിന്റെ മനോഹരമായ അജഗണം എവിടെ? സുഹൃത്തുക്കളെന്ന് കരുതിയിരുന്നവർ നിന്നെ തോൽപ്പിച്ച് നിന്റെ മേൽ ഭരണം നടത്തുമ്പോൾ നീ എന്തു പറയും? ഈറ്റുനോവെടുത്തവളെ പോലെ നീ വേദനയാൽ പുളയുകയില്ലേ? എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്ന് നീ ആത്മഗതം ചെയ്യുന്നുണ്ടാവാം. നിന്റെ തിന്മകളുടെ ആധിക്യം നിമിത്തമാണ് അവർ വസ്ത്രമുരിഞ്ഞ് നിന്നെ ബലാത്കാരം ചെയ്തത്. എത്യോപ്യക്കാരന് തൻ്റെ തൊലിയോ പുള്ളിപ്പുലിക്ക് തൻ്റെ പുള്ളിയോ മാറ്റാനാകുമോ? എങ്കിൽ തിന്മ ചെയ്ത് ശീലിച്ച് നിനക്ക് നന്മ ചെയ്യാനാകും. മരുഭൂമിയിൽ നിന്ന് വീശുന്ന കാറ്റിൽ പതിരെന്ന പോലെ നിങ്ങളെ ഞാൻ ചിതറിക്കും. നിനക്കായി ഞാൻ അളന്നു വച്ചിരിക്കുന്ന ഓഹരി ഇതാണ്. എന്തെന്നാൽ നീ എന്നെ മറക്കുകയും നുണകളിൽ വിശ്വസിക്കുകയും ചെയ്തു. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ തന്നെ നിന്റെ ഉടുതുണി ഉരിഞ്ഞു മാറ്റും. നിന്റെ നഗ്നത വെളിവാക്കപ്പെടും. നിന്റെ മ്ലേച്ഛതകളും വ്യഭിചാരങ്ങളും വിഷയാസക്തിയുടെ സീൽക്കാരവും കാമാന്തമായ വേശ്യാവൃത്തികളും നാട്ടിൻപുറത്തും മലകളിലും ഞാൻ കണ്ടു. ജെറുസലേമേ, നിനക്ക് ദുരിതം. എന്നാണ് നീ ശുദ്ധയാവുക?